ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് പോകുമ്പോൾ വെൽഡിംഗ് പ്രൊസീജിയർ സ്പെസിഫിക്കേഷൻ അഥവാ WPS നെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. WPS-ഉമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ടോപ്പിക്കിൽ പറയുമ്പോൾ WPS-ന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു QA/QC മെക്കാനിക്കൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു വെൽഡിംഗ് മേഖലയിൽ പെർഫോം ചെയ്യുന്ന ഒരു വെൽഡറോ അല്ലെങ്കിൽ മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ടെക്നീഷ്യന്മാർക്കോ ഒക്കെ ഒരുപാട് പ്രയോജനപ്പെടുന്ന അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു റിട്ടൺ ഡോക്യുമെന്റ് ആണ് WPS. WPS സാധാരണ PQR അഥവാ പ്രൊസീജിയർ ക്വാളിഫിക്കേഷൻ റെക്കോർഡ് അതിൽ നിന്ന് തയ്യാറാക്കി വരുന്നതാണ് WPS. WPS പ്രധാനമായും ഒരു 10ഓളം ഡാറ്റകൾ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഹൈ ക്വാളിറ്റി വെൽഡിംഗ് ലഭിക്കാൻ ആവശ്യമായ ഒരു തയ്യാറെടുപ്പുകൾ, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഒരു വെൽഡർ ചെയ്യേണ്ടത്, അപ്പൊ എങ്ങനെ ചെയ്യുമ്പോഴാണ്, ഏതൊക്കെ തയ്യാറെടുപ്പുകൾ, ഏതൊക്കെ രീതികൾ, ഏതൊക്കെ ടെക്നിക്കുകൾ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ആ മികച്ച വെൽഡ് ജോയിന്റ് ലഭിക്കുന്നത് എന്നൊക്കെ വ്യക്തമായി ധാരണ നൽകുന്നതാണ് WPS. അതുകൊണ്ട് തന്നെ WPS-ന്റെ പ്രാധാന്യം വെൽഡിംഗ് മേഖലയിൽ വളരെ വലുതാണ്. വെൽഡിംഗ് പ്രോസസ് ഇതാണ് പ്രധാനപ്പെട്ട ഒരു ഡാറ്റ എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് തരം വെൽഡിംഗ് ആണ് നമ്മൾ ഈ ജോബില് ആവശ്യമായിട്ടുള്ളത് എന്നതിനെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യമായി വരുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ വെൽഡിംഗ് വരാം എന്നുള്ളത് നോക്കാം. SMAW ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്, ദെൻ GTAW ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ്, പിന്നെ GMAW ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്, ദെൻ FCAW. ഇതൊക്കെ പ്രധാനപ്പെട്ട വെൽഡിംഗ് രീതികളാണ്, പ്രോസസ്സുകളാണ്. ഇതിലേതെങ്കിലും ഒക്കെ തന്നെ ആയിരിക്കും നമ്മൾ ഇവിടെ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അടുത്തതായി നമുക്ക് പറയാനുള്ളത് ബേസ് മെറ്റൽ. രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് ബേസ് മെറ്റലിനെ കുറിച്ചാണ്. നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് അപ്പൊ പൈപ്പ് ആയാലും പ്ലേറ്റ് ആയാലും എന്തായാലും അതിന്റെ ബേസ് മെറ്റലിന്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ പ്രോപ്പർട്ടീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ. ഇപ്പൊ ഉദാഹരണത്തിന് കാർബൺ സ്റ്റീല്, സ്റ്റെയിൻലെസ് സ്റ്റീല്, അലോയ് സ്റ്റീൽ, അങ്ങനെയുള്ള വ്യത്യസ്ത സ്റ്റീലുകളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഏതൊക്കെയാണ്, ഏത് മെറ്റീരിയൽ, അലൂമിനിയം ഉണ്ട്, കോപ്പർ ഉണ്ട്. അപ്പൊ നമ്മുടെ മെറ്റൽ എന്താണ്, നമ്മുടെ ബേസ് മെറ്റൽ എന്താണ് എന്നതിനെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ പൈപ്പിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അതിന്റെ മെറ്റീരിയൽ നമ്മൾ ASTM കോഡ്, അമേരിക്കൻ സൊസൈറ്റി ഓഫ് ടെസ്റ്റിംഗ് മെറ്റീരിയൽ അനുസരിച്ച് അതിന്റെ മെറ്റീരിയൽ കോഡ് നമ്മൾ പറയാറുണ്ട്. അതുകൂടാതെ അവിടെ ഉപയോഗിക്കുന്ന പൈപ്പിന്റെ തിക്നെസ്, പൈപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഷെഡ്യൂളുകൾ നമ്മൾ പറയാറുണ്ട്. ഇന്ന ഷെഡ്യൂളിലുള്ള പൈപ്പാണൊക്കെ പറയാറുണ്ട്. പിന്നെ ഗ്രേഡിൽ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബേസ് മെറ്റലിന്റെ പ്രത്യേകതകളെ കുറിച്ച് നമ്മൾ രണ്ടാമതായി പറയുന്നു. അടുത്തതായി നമ്മൾ പറയുന്നത് ഫില്ലർ മെറ്റലിനെ കുറിച്ചാണ്. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന പലപ്പോഴും വെൽഡ് ജോയിന്റുകൾ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ ആ ജോയിന്റ് ഫില്ല് ചെയ്യാൻ ആവശ്യമായ ഫില്ലർ മെറ്റലിനെ കുറിച്ചാണ്. പല രീതിയിലുണ്ട്, നമുക്കറിയാം. SMAW ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗിൽ സാധാരണ നമ്മൾ കൺസ്യൂമബിൾ ഇലക്ട്രോഡുകളാണ് ഉപയോഗിക്കുന്നത്. അത് ഒരേ സമയം ഇലക്ട്രോഡായും ഫില്ലർ മെറ്റലായി ഉപയോഗിക്കുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് വെൽഡിംഗ് ഇലക്ട്രോഡുകളെ കുറിച്ചൊക്കെയുള്ള വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കിയാൽ ആ ഇതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാം. ഈ 60 ടൺ, ഈ 70-18, 70-24, ഈ 60-13, അങ്ങനെ വിവിധ ഇലക്ട്രോഡുകളെ കുറിച്ച് നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന്. ഇനി ഇത് കൂടാതെ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ഉപയോഗിക്കുന്ന ചില റൂട്ട് വെൽഡ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന 70S2 പോലുള്ള ഇലക്ട്രോഡുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ പ്രതിപാദിക്കാറുണ്ട്. അതായത് ഫില്ലർ മെറ്റൽ, ഏത് തരത്തിലുള്ള ഫില്ലർ മെറ്റലാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ ഇതാണ് മൂന്നാമത്തേത്.
നാലാമതായി നമ്മൾ പറയുന്നത് പ്രീ ഹീറ്റ് ടെമ്പറേച്ചറിനെ കുറിച്ചാണ്. പ്രീ ഹീറ്റ് ചെയ്യേണ്ടി വരും ചില വെൽഡിങ്ങിൽ, സാധാരണ വെൽഡ് ജോയിന്റിന്റെ സമീപ പ്രദേശങ്ങളിൽ. അത് വന്നിട്ട് ഒരു 75 mm to 100 mm വരെയുള്ള വിഡ്ത്തിൽ, ആ ഒരു വൈഡ് ആയിട്ടുള്ള ഏരിയ നമ്മൾ ഒരു പ്രീ ഹീറ്റിങ്ങിന് വിധേയമാക്കും. സാധാരണഗതിയിൽ ഒരു 50°C മുതൽ ഒരു മിനിമം അത്രയൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന് ആനുപാതികമായിട്ട് നമുക്ക് എത്ര വേണം എന്നുള്ളത് ആ നമ്മുടെ WPS ശരിക്കും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതനുസരിച്ചിട്ട് നമ്മൾ ഹീറ്റിംഗ് ചെയ്ത ശേഷം, അതായത് നമ്മുടെ വെൽഡ്മെന്റിന്റെ സറൗണ്ടിങ്സ് ഏരിയ നമ്മൾ പ്രീ ഹീറ്റിങ്ങിന് വിധേയമാക്കിയ ശേഷമാണ് സാധാരണ വെൽഡിങ് ചെയ്യുക. അപ്പൊ അതിനെയാണ് നമ്മൾ പ്രീ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ഇഫ് റിക്വയർഡ്, ആവശ്യമാണെങ്കിൽ മാത്രമാണ് നമ്മൾ അതിൽ WPS കാണിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അത് നോട്ട് റിക്വയർഡ് എന്നായിരിക്കും ഉണ്ടാവുക. അടുത്തായിട്ട് ഇന്റർപാസ് ടെമ്പറേച്ചർ ആണ് നമ്മൾ പറയുക. സാധാരണ ഇന്റർപാസ് ടെമ്പറേച്ചർ നമുക്കറിയാം, പലപ്പോഴും പല വെൽഡിങ്ങുകളിലും മൾട്ടി പാസ് വെൽഡിങ്ങുകളിലൂടെയാണ് നമ്മൾ ഒരു വെൽഡ് ജോയിന്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ പൈപ്പിലേക്കൊക്കെ പറയുമ്പോൾ റൂട്ട് പാസ് എന്നും ഹോട്ട് പാസ് എന്നും ദെൻ ഫില്ലർ പാസ് എന്നും പിന്നെ ക്യാപ്പിംഗ് എന്നും ഒക്കെ പറയുന്ന നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള പാസുകളുണ്ട്. അപ്പോൾ ഓരോ പാസിലും ഉള്ള ടെമ്പറേച്ചർ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ടെമ്പറേച്ചറിനെ കുറിച്ചൊക്കെയാണ് ഇന്റർപാസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. 150°C മുതലൊക്കെയാണ് നമ്മളത് സാധാരണ മിനിമം ആയിട്ട് 150°C മുതലാണ് പറയുക. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നമ്മുടെ WPS. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വെൽഡ് പൊസിഷനെ കുറിച്ചാണ്. അതായത് പലപ്പോഴും വെൽഡിങ്ങിൽ നമുക്ക് അറിയാവുന്നതാണ് രണ്ട് തരത്തിലുള്ള, നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അടുത്തതിൽ പറയാനുണ്ട്. അപ്പൊ വെൽഡ് പൊസിഷനുകളെ കുറിച്ച് വളരെ പ്രധാനമായിട്ട് നമ്മൾ WPS പറഞ്ഞിട്ടുണ്ടാവും. ഏതൊക്കെ പൊസിഷനിലുള്ള വെൽഡിംഗ് ആണ് അവിടെ ആവശ്യമുള്ളത്, ഏതിലൊക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വെൽഡർക്കാണ് ആ ജോലി ചെയ്യാൻ കഴിയുന്നത് എന്നൊക്കെ വ്യക്തമായ ധാരണ നൽകുന്നതാണ് ഈ വെൽഡിംഗ് പൊസിഷനുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം ഫില്ലറ്റ് വെൽഡ് ഉണ്ട്, ബട്ട് വെൽഡ് ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ ഗ്രൂവിൽ വെൽഡ് ചെയ്യുമ്പോൾ Gയിൽ പറയും, ഫില്ലറ്റ് വെൽഡിലാകുമ്പോൾ Fലാണ് നമ്മളത് പറയുക. 1F, 2F, 3F, 4F. ദെൻ ജിയിലേക്ക് വരുമ്പോൾ 1G, 2G, 3G, 4G. ഇതെല്ലാം നമുക്കറിയാം. ഫ്ലാറ്റ്, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ഓവർഹെഡ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി നമ്മുടെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വെൽഡിംഗ് ടെക്നോളജിയുടെ. നിങ്ങൾക്ക് അത് കയറി കണ്ടു കഴിഞ്ഞാൽ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് കിട്ടും. അപ്പോൾ ഇത് കൂടാതെ നമ്മൾ പറയാറുണ്ട് 5G ആൻഡ് 6G, അത് പൈപ്പിന്റെ ഹൊറിസോണ്ടലും 45° ഇൻക്ലൈൻഡുമായിട്ടുള്ള പൊസിഷനിലാണ് നമ്മൾ പറയുന്നത്. മറ്റൊരു പൊസിഷൻ എന്ന് പറയുന്നത് അതിന്റെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള അവസ്ഥ, അതായത് ഏറ്റവും ഹൈ ക്വാളിറ്റി വെൽഡറെ ആവശ്യമുള്ള, പൈപ്പിങ്ങിലൊക്കെ ആവശ്യമുള്ള ഒരു പൊസിഷനാണ്. ദാറ്റ് ഈസ് കോൾഡ് 6GR പൊസിഷൻ എന്ന് പറയും. അത് ഉൾപ്പെടെ ഇങ്ങനെയുള്ള പൊസിഷനുകളെ കുറിച്ചൊക്കെ വിശദമായി ഏത് പൊസിഷനിലൊക്കെയാണ് അതിന്റെ വെൽഡിംഗ് വരുന്നത് എന്നൊക്കെ നമ്മുടെ WPS പറഞ്ഞിട്ടുണ്ടാവും. അടുത്തതായിട്ട് ജോയിന്റ് ഡിസൈനിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം പല ടൈപ്പ് ജോയിനിങ് മെത്തേഡുകളുണ്ട്. സാധാരണഗതിയിൽ രണ്ട് പ്ലേറ്റിന്റെ ഒക്കെ കാര്യത്തിൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, രണ്ട് പ്ലേറ്റുകളെ ചേർത്ത് വെക്കുമ്പോൾ നാച്ചുറലി ഉണ്ടാകുന്ന ഒരു ആംഗിൾ, അത് ആ ആംഗിളിൽ, ആ 90° ആംഗിളിൽ നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഫില്ലറ്റ് വെൽഡ് എന്ന് പറയും. ഇനി അതല്ല, നമുക്ക് കുറച്ചുകൂടെ ഹൈ ക്വാളിറ്റി വെൽഡ് ജോയിന്റ് വേണ്ട കേസിൽ നമ്മൾ ഗ്രൂവുകൾ ഉണ്ടാക്കി ആ ഗ്രൂവ് ഫില്ലർ വയർ കൊണ്ട് ഫില്ല് ചെയ്ത് അതിനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വെൽഡ്മെന്റ് തയ്യാറാക്കുന്ന രീതിയുണ്ട്. അതിനെ നമ്മൾ ബട്ട് വെൽഡ് ജോയിന്റ് എന്നാണ് പറയുക. അപ്പൊ ബട്ട് വെൽഡ് ജോയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അവയെ കൊടുക്കേണ്ട റൂട്ട് ഗ്യാപ്പ് എത്രയാണ്, അതിന്റെ ലാൻഡ് എത്രയാണ്, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി അറിയേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഒന്നാണ് അടുത്ത നമ്മുടെ ഈ പറഞ്ഞ ജോയിന്റ് ഡിസൈൻ എന്ന് പറയുന്ന ഭാഗം. അടുത്തതായി പറയുന്നത് വെൽഡിംഗ് ടെക്നിക്. വെൽഡിങ്ങിൽ നമ്മൾ ഒരു കൃത്യമായ ശരിയായ രീതിയിലുള്ള ഒരു പ്രാക്ടീസ്, ആ ഒരു ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നത് നല്ല ക്വാളിറ്റിയിലുള്ള വെൽഡിങ് തയ്യാറാക്കാൻ നമ്മളെ സഹായിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ആ ടെക്നിക്ക് ഉപയോഗിക്കുന്നത് ശരിക്കും നമുക്കറിയാമല്ലോ, അതൊരു എക്സ്പെർട്ട് വെൽഡറുടെ ജോലിയാണ്. അപ്പൊ ഒരു വെൽഡർ ആ സ്കില്ല് നേടിയെടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഭാഗം നമുക്ക് വെൽഡർക്ക് വിട്ടുകൊടുക്കാറാണ് പതിവ്. നമ്മൾ അതിന്റെ വേവിംഗ് ടെക്നിക്കും അതിന്റെ ഇലക്ട്രോഡ് മാനിപ്പുലേഷനും അതിന്റെ സ്പീഡും ട്രാവൽ സ്പീഡും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു
ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വെൽഡർ, ഒരു സ്കിൽഡ് വെൽഡറുടെ ഇതിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ വെൽഡിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വെൽഡർ. അടുത്തതായി പറയുന്നത് ബാക്കിംഗ് ഓർ ബാക്കിംഗ് ഗ്യാസ് ഇഫ് റിക്വയർഡ്, ആവശ്യമെങ്കിൽ മാത്രം നമ്മൾ ചെയ്യുന്നതാണ്. പലപ്പോഴും ടങ്സ്റ്റൺ വെൽഡിങ്, ടിഗ് വെൽഡിങ്ങിലൊക്കെ സാധാരണ നമ്മൾ ഇത്തരത്തിലുള്ള ആർഗന്റെ ഒക്കെ ഗ്യാസ് അതിനകത്ത് പർജ് ചെയ്ത് ബാക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ബാക്കിംഗ് ഗ്യാസ് ആവശ്യമുണ്ട് എങ്കിൽ അത് നമ്മുടെ WPS കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇനി അവസാനമായി നമുക്ക് പറയാനുള്ളത് WPS ആവശ്യമെങ്കിൽ നമ്മളിതിനെ പോസ്റ്റ് വെൽഡ് ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ വെൽഡിങ്ങിന് ശേഷവും നമുക്ക് സാവകാശം ആ വെൽഡ് ജോയിന്റിനെ തണുപ്പിക്കേണ്ട സാഹചര്യമൊക്കെ വരുമ്പോൾ, അതായത് മെറ്റാലിക് സ്ട്രക്ചറിൽ അതിന്റെ പ്രോപ്പർട്ടീസിൽ ഒക്കെ വ്യത്യാസം വരാതിരിക്കാൻ നമുക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രോസസ്സാണ്. റെയറായിട്ട് അങ്ങനെയുള്ള ഒരു PWHT അഥവാ പോസ്റ്റ് വെൽഡ് ഹീറ്റ് ട്രീറ്റ്മെന്റ് ആവശ്യമായി വരാറുണ്ട്. ആവശ്യമെങ്കിൽ അത് നമ്മുടെ WPS പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഒരു WPS അഥവാ വെൽഡിംഗ് പ്രൊസീജിയർ സ്പെസിഫിക്കേഷൻ റെക്കോർഡ്, അതിന്റെ ഒരു ഡോക്യുമെന്റിൽ നമ്മൾ സാധാരണ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ഉണ്ടാവുക എന്നുള്ളതാണ് പറഞ്ഞത്. ഇതിൽ പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞെങ്കിലും എല്ലാം ഒന്നും അതിനകത്ത് മെൻഷൻ ചെയ്യണം നിർബന്ധമില്ല. ചിലതൊക്കെ സ്കിപ്പ് ചെയ്ത് പോകാം. റിക്വയർഡ്, ഇഫ് ഇറ്റ് ഈസ് റിക്വയർഡ് ഈസ് ദെയർ, അല്ലെങ്കിൽ അതൊന്നും ഉണ്ടാവണം നിർബന്ധമില്ല. ചില കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളതുണ്ട്. പക്ഷെ പ്രധാനമായും പറഞ്ഞ പല കാര്യങ്ങളും ഒരു WPSന്റെ ഭാഗമായി ഉറപ്പായും ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് പറഞ്ഞ WPSന് ഒരു നമ്പർ ഉണ്ടോ, WPS 001. അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ അത് ഇതോടൊപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. എന്താണ് ഒരു WPSന്റെ ഒരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഒരു വെൽഡിംഗ് പ്രൊസീജിയർ സ്പെസിഫിക്കേഷന്റെ ഒരു ഡോക്യുമെന്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ക്ലയന്റിന്റെ പേരുണ്ട്, പ്രോജക്റ്റിന്റെ നമ്പർ ഉണ്ട്, പിന്നെ അത് കൂടാതെ അതിന്റെ WPS റെഫറൻസ് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്രൊസീജിയർ ഡെസ്ക്രിപ്ഷൻ 12 ഇഞ്ച് ഹെവി വോൾ ഓഫ് ഷോർ ടൈ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ താഴോട്ട് വരുമ്പോൾ മെറ്റീരിയലിന്റെ കോഡ് ഗ്രേഡ് 250 AP എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ മെറ്റീരിയൽ ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ അത് പൈപ്പാണ്, അതുകൊണ്ട് ഡയമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് 168.3, ദാറ്റ് മീൻസ് 6 ഇഞ്ച് പൈപ്പ് ഔട്ടർ ഡയമീറ്റർ ആണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ തിക്നെസ്, വാൾ തിക്നെസ് 18.3 എന്ന് കൊടുത്തിട്ടുണ്ട്. അത് മിക്കവാറും ഒരു ഹെവി ഷെഡ്യൂളിലുള്ള പൈപ്പാണ് എന്ന് മനസ്സിലാക്കാം അതിൽ നിന്ന്. ഇനി അതിന്റെ പ്രീ ഹീറ്റിംഗ് ടെമ്പറേച്ചർ 100 എന്നും ഇന്റർപാസ് ടെമ്പറേച്ചർ മാക്സിമം 300 എന്നും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ റൂട്ട്, ഹോട്ട് പാസ്, ഫിൽ ആൻഡ് ക്യാപ്പ്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. വെൽഡിംഗ് പ്രോസസ് എന്താണ്, SMAW അതോ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ആണ് അവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. വെൽഡിങ്ങിന്റെ വെർട്ടിക്കൽ ഡൗൺ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഫില്ലർ വയർ എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. 70 എന്നൊക്കെയുള്ള നമ്പറൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പൊളാരിറ്റി DC പോസിറ്റീവ് പൊളാരിറ്റി ആണ്. ഷീൽഡിംഗ് ഗ്യാസ് ആവശ്യമില്ല, പർജിങ് ഗ്യാസും ഇവിടെ ആവശ്യമില്ല. പിന്നെ അത് കൂടാതെ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഓരോ പാസിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1ഉം 2ഉം ഫില്ല്, ക്യാപ്പ് എന്ന് പറഞ്ഞ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഇൻസൈഡിൽ നമുക്ക് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. 1 റൂട്ട്, 2 ഹോട്ട് പാസ്, പിന്നെ 3, 4, 5 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഫില്ലിംഗ്, ലാസ്റ്റ് ക്യാപ്പിങ്ങിന്റെ ഇതും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കാണാൻ കഴിയും. പിന്നെ അവസാനം കമ്പനി വെൽഡിംഗ് എഞ്ചിനീയർ അപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ദെൻ അപ്രൂവ്ഡ് ക്ലയന്റ് അപ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് WPS മനസ്സിലാക്കി എടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് WPSനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ കിട്ടിക്കാണും എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. ഇനി ഇത് കൂടാതെ നമുക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ഒരു WPSനെ കുറിച്ചും മറ്റുമൊക്കെ വിശദമായ നമ്മൾ ഓൺലൈൻ വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതേക്കുറിച്ച് പറയാം.
പൈപ്പിംഗ് മേഖലയിൽ വിവിധ കോഴ്സുകൾ നൽകുന്ന ഞങ്ങളുടെ സ്ഥാപനം പൈപ്പിംഗ് എഞ്ചിനീയറിംഗ്, പൈപ്പ് ഫാബ്രിക്കേഷൻ എന്നിവയിൽ ട്രെയിനിങ്ങും ഒപ്പം വിദേശ പ്ലേസ്മെൻറ്റിനുള്ള ഹെൽപ്പും കൂടി ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഞങ്ങൾ നൽകുന്ന ഒരു ചെറിയ ചെറിയ ടോപ്പിക്കുകൾ വെച്ചുകൊണ്ട് നടത്തുന്ന വർക്ക്ഷോപ്പുകൾ. അപ്പോൾ അതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ബയോയിൽ ഞങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ട്. ആ ഫോൺ നമ്പറിൽ വാട്സപ്പിൽ ഹായ് അയച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഒപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. നന്ദി.